ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഫോൺ ഓണാക്കിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഫോൺ ഓണാക്കി. അതിനുശേഷം പിന്നീട് വിവരമില്ല. പലയിടത്തായി അതിർത്തികളിലേക്കായി 4 സംഘം വീതം SIT സംഘങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്നും തിരച്ചിലുണ്ടായിട്ടുണ്ട്. അതിർത്തിയിലൊക്കെ വാഹനങ്ങൾ, വരുന്ന കാറുകളൊക്കെ നിർത്തി പരിശോധിച്ചിട്ടാണ് പോലീസ് വിടുന്നത്. ഒരു MLA ഇങ്ങനെ ഒളിച്ചു പോവുക, നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്തു പോവുക, ഇത് കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് മീറ്റ് ദ പ്രസ് നടത്തിയല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇതിലൊരു പിന്തുണയുണ്ട്, കോൺഗ്രസിന്റെ സഹായമുണ്ട്. ഈ സഹായം എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരിലൊരു മുതിർന്ന അഭിഭാഷകയുടെ വീട്ടിലാണ് അയാൾ കഴിഞ്ഞിരുന്നെന്നുള്ളതാണ്. അതിനുശേഷം അവിടെ നിന്ന് മാറി മാറി പോയിട്ടുണ്ടാകാം. പക്ഷേ എല്ലായിടത്തും ഒറ്റയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തെ കോൺഗ്രസ് തള്ളി പറഞ്ഞുവെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഇപ്പോഴും ആ സഹായത്തോടു കൂടി ഒളിവിൽ കഴിയുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസിൽ യാതൊരു വേവലാതിയുമില്ല. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതോടുകൂടി കോൺഗ്രസ് ആ വിഷയം അവസാനിപ്പിച്ചു, അവർ അധ്യായം അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ പോലീസിൻ്റെ നടപടിയാണ്. പോലീസിനെ കൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യം വരേണ്ടത്. പക്ഷേ ഗവൺമെൻറ് ഇവിടെ പ്രതി അറസ്റ്റ് ചെയ്യാൻ ഇനി അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അതൊരു വ്യക്തിപരമായ കാര്യമായിട്ട് മാറി. കോൺഗ്രസിനെ പഴി പറയാനും കോൺഗ്രസിനെ അധിക്ഷേപിക്കാനും കോൺഗ്രസിൻ്റെ മേൽ കുതിര കയറാനും വേണ്ടിയാണല്ലോ ഇത്രയും കാലം ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാര്യം കഴിഞ്ഞു. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പോലീസ് ഓടുന്നത് പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നാളെ ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കോടതിയിലാക്കി കഴിഞ്ഞാൽ തന്നെയും കോൺഗ്രസിന് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ഇന്ന് VD സതീശൻ പ്രസക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? VD സതീശൻ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ദിവസം ഉണ്ടല്ലോ, ആ പരാതി കൊടുത്ത ദിവസം അന്ന് തന്നെ പരാതിയുടെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്കാണ് പോകണമെന്നൊക്കെ കണ്ടെത്താമായിരുന്നു, നിരീക്ഷിക്കാമായിരുന്നു. എന്താ നിരീക്ഷിക്കാതിരുന്നത്? അപ്പോൾ അത് കോൺഗ്രസിനെ വേട്ടയാടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അവസരമായിട്ട് അവർ കണക്കാക്കി. അവരിപ്പോൾ എന്താ വെച്ചാൽ CPM ഇപ്പോൾ അതിൽ ആ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ CPMന് പറ്റാതായി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? CPM 2 പ്രതിസന്ധികളിലെത്തി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കഴിഞ്ഞു കേട്ടോ, അത് അടച്ചു വെച്ചു, ആ വിഷയം അടച്ചു വെച്ചു. കാരണം കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല ഇതിൽ. അപ്പോൾ പിന്നെ നമ്മളവർ ഒരു വ്യക്തിയുടെ MLA എന്ന ഒരു വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ച് MLA രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഒരു വിഷയം കോൺഗ്രസിനില്ല. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ CPM 2 പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഇന്നലെ വരെ അവരെന്താ വെച്ചാൽ ഈ ചർച്ചകളിലൊക്കെ അവർ ആവേശത്തോടെ വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോരോ പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. ഒരു പുതിയ വേട്ടക്കാരെന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, അതുപോലെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് CPM അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുളിക വിഴുങ്ങിക്കൊണ്ട്. അതിനുശേഷം ഇപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടാണോ വരാത്തതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ സുഹൃത്ത് ലാൽകുമാറാണ്, അത് എന്നെ പോലെയുള്ളൊരു സുഹൃത്താണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അതോ വിളിച്ചിട്ട് വരാതിരുന്നാണോ? എനിക്കറിയില്ല. എന്തായാലും അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അല്ല, കോൺഗ്രസ് വേണ്ട, വരില്ല. കോൺഗ്രസ് തീരുമാനിച്ചല്ലോ, അടച്ചല്ലോ, അധ്യായം അടച്ചല്ലോ. കോൺഗ്രസിൽ ഇല്ലാത്ത ആൾക്ക് വേണ്ടി കോൺഗ്രസിന് എന്താ വരണേ? കോൺഗ്രസിന് ഇപ്പോൾ പ്രശ്നമില്ലല്ലോ സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഒരു നടപടി എടുത്ത് പുറത്ത് ഡിസ്മിസ് ചെയ്തു. പക്ഷേ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഒരു കാര്യം അങ്ങേക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇയാൾ ഒളിവിൽ കഴിയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ചില നേതാക്കളെങ്കിലും പിന്തുണ കൊടുക്കുന്നു. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ 9ാം ദിവസവും അതിസമർത്ഥമായി ഒളിവിൽ കഴിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒന്നുകിലത് പോലീസിൻ്റെ കഴിവുകേട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം. ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറൊന്നുമില്ല. അതിൽ ഒളിവിൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഏതെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരുടെ വീട്ടിൽ കഴിഞ്ഞാലും ശരി, അതിൽ രാഷ്ട്രീയം വരും. ഞാൻ പറഞ്ഞ ശ്രീമതി സ്മൃതി, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയേണ്ട കാര്യമില്ല, അവർ ചർച്ചയ്ക്കും വരേണ്ട കാര്യമില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വരണമെന്ന് കോൺഗ്രസ്സുകാരുടെ പല ഘട്ടങ്ങളിലും പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യം കോൺഗ്രസിനില്ല. അധ്യായം ക്ലോസ്ഡ്, അടച്ചു.
പക്ഷേ CPM അത് അടയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഉത്തരം പറയണം. മുഖ്യമന്ത്രിയല്ലേ, CPM-ൻ്റെ നേതാവല്ലേ, ഉത്തരം പറയണം. അപ്പോൾ രണ്ട് പ്രതിസന്ധി. എന്താ രണ്ട് പ്രതിസന്ധി? ഒന്ന് ശബരിമല പ്രതിസന്ധി. കാരണം ശബരിമലയിലെ അവരുടെ നേതാവ് ജയിലിൽ കിടക്കണം. രണ്ട് നേതാക്കൾ ജയിലിൽ കിടക്കുക. ശബരിമല സ്വർണം കളവ് പോയ കേസിൽ സ്വർണ്ണവാതിൽ പോയ കേസിൽ ആദ്യം, പിന്നീട് ദ്വാരപാലക കേസിൽ രണ്ടാമത്. രണ്ട് കേസിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുൻ MLA ജയിലിൽ കിടക്കുകയാണ്. മറ്റൊരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഗോവിന്ദ മാഷോട് നമ്മുടെ പത്രസുഹൃത്തുക്കൾ ചോദിച്ചു, ഈ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജയിലിൽ കിടക്കുകയല്ലേ, ജയിലിൽ കിടന്ന ആളെ എന്തിനാണ് പുറത്താക്കുന്നത്? ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതൊരു വിചിത്രവാദമല്ലേ? ഒരു പാർട്ടി സെക്രട്ടറി പറയുകയാണ് ജയിലിൽ കിടക്കുന്ന ആളെ ഞങ്ങൾ എന്തിനാണ് പുറത്താക്കുന്നത് എന്ന് വെച്ചാൽ, ജയിലിൽ കിടക്കുന്ന ആളെ എന്ന് പറയുന്ന ആൾ CPM തന്നെയാണ്, പക്ഷേ പുറത്താക്കേണ്ട കാര്യമില്ല. ഇത് ആരോടെ പറയുന്നത്? ഇനി വേറൊരു കാര്യം ചോദിച്ചു, കൊല്ലത്തെ ഒരു MLA-ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചോ പറഞ്ഞു ആ MLA പാർട്ടി മെമ്പറല്ല, പക്ഷേ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് അദ്ദേഹം മത്സരിച്ചെന്നുള്ള കാര്യം ഇവർ മറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ CPM-ന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് CPM-ഉം പെട്ടു, അവരുടെ വക്താക്കളും പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ എല്ലാ പ്രസ് ക്ലബ്ബുകളിലും കയറി ഇറങ്ങുകയാണ്. നോക്കൂ, ചരിത്രമാണ് കേട്ടത്. ചരിത്രത്തിൽ നമ്മുടെ ചില്ലിട്ട് വെക്കേണ്ട, ഫോട്ടോ എടുത്ത് വെക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളന വാർത്തകൾ. അതായത് നേരത്തെ അറിയിക്കുകയാണ് മുഖ്യമന്ത്രി പ്രസ് ക്ലബ്ബുകളിലേക്ക് വരുന്നു. അതായത് ഇന്ന് മുഖ്യമന്ത്രിയെ എന്താണ് മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലത്തെ വിഷയം ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ രൂക്ഷമായി നോക്കുന്ന ആൾ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞ ആൾ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കൃത്യമായി എടുത്തോ മതിയോ എന്ന് ചോദിക്കുന്ന ആൾ ഇപ്പോൾ ദാ പ്രസ് ക്ലബിൻ്റെ പടി കയറി വരികയാണ്. ഇങ്ങോട്ട് വരുന്നു പത്രലേഖകരെ കാണാൻ. എന്താ സ്മൃതി അതിൻ്റെ കാരണം? എന്താ കാരണം? അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ചിലത് പറയണം പുള്ളിക്ക്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയണം. അപ്പോൾ പറയണമെങ്കിൽ നേരിട്ട് വന്ന് പത്രലേഖകരെ കണ്ടു പറയേണ്ട അവസ്ഥ വന്നു. ഒരു ഗതികേടാണ് കേട്ടോ അത്. കാരണം വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ കിടക്കാൻ പറ്റില്ല അക്രഡിറ്റേഷനുള്ള പത്രക്കാർക്ക്, നിയമസഭയിൽ ചിത്രീകരിക്കാൻ പറ്റില്ല പത്രലേഖകർക്ക്, നിങ്ങളുടെ ക്യാമറ കൊണ്ട് നിയമസഭയിൽ പോകാൻ പറ്റില്ല. ആ സാഹചര്യമുള്ള സ്ഥലത്ത് പ്രസ് ക്ലബ്ബുകളിൽ കയറി വരികയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടല്ല അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. അതെ, മീറ്റ് ദ പ്രസ്, മുഖാമുഖം. ആ മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ അറിയാമല്ലോ. മീറ്റ് ദ പ്രസ് എന്ന് പറയുമ്പോൾ പ്രസ് ക്ലബ്ബുകളെ വിളിച്ച് ചോദിക്കും, മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ് ഏതെങ്കിലും പ്രസ് ക്ലബ്ബ് നിരാകരിക്കുമോ? കാരണം പ്രസ് ക്ലബ്ബിൽ ഈ ഇലക്ഷൻ കാലത്ത് എല്ലാ നേതാക്കളെയും വിളിച്ച് അവർ മീറ്റ് ദ പ്രസ് നടത്തും. അതൊരു ഓണറിങ്ങാണ് സാധാരണ എല്ലാ ലീഡറേയും. ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസിലേക്ക് കഴിഞ്ഞ കൊല്ലം എന്താ വരാതിരുന്നത്? കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എന്താ വരാതിരുന്നത്? ശരി, അതിന് കാരണമുണ്ട്. അവർ ഗസ്റ്റ് ഹൗസിലൊക്കെ അല്ലേ ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി കാണുന്നത്. ഒരു മിനിറ്റ്, പൗരപ്രമുഖരുടെ കൂടെ പ്രഭാത ഭക്ഷണം, അത് കഴിഞ്ഞാൽ പത്രലേഖകരെ കാണും. അപ്പോൾ അതിലിഷ്ടമുള്ള ചോദ്യം ഇത് മീറ്റ് ദ പ്രസ് പ്രസ് ക്ലബിലേക്ക് കയറി വരുന്നു. പക്ഷേ അപ്പോഴും അവിടെ ചോദ്യങ്ങളുടെ പ്രശ്നമുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് നേരിടുക എനിക്കറിയില്ല. അപ്പോൾ പത്രലേഖകരും മിടുക്കന്മാരാണെങ്കിൽ ചോദ്യം ചോദിക്കണം. നമ്മുടെ പത്രലേഖകരായ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഒരു ദയനീയാവസ്ഥ ഞാൻ കാണാറുണ്ട്. പഴയ കാലത്തൊക്കെ എത്ര കൊലക്കൊമ്പനായ രാഷ്ട്രീയ നേതാവ് വന്നാലും ചോദ്യം ചോദിച്ച് ഉത്തരം പറയിച്ചിട്ടേ വിടുള്ളൂ. ഇപ്പം നമ്മുടെ പത്രലേഖകരുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് വിടുക, അത് വേറൊരു വിഷയമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM-ൻ്റെ നിലപാട്, ഈ കോൺഗ്രസ് പുറത്താക്കിയ MLA എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒന്നിൽ പറയണം ഞങ്ങളുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ പറയണം ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് പറയണം. കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് കിട്ടിയ മേൽക്കൈ, അതിന് ശേഷം കിട്ടിയ രണ്ടാമത്തെ മേൽക്കൈ, ഇതോട് CPM ഇന്നലെ പടക്കം പൊട്ടിച്ചില്ലേ സ്മൃതി? CPM പ്രവർത്തകർ എന്തിനാ പടക്കം പൊട്ടിച്ചതെന്നറിയാമോ? കോൺഗ്രസ് ഒരു നടപടി എടുത്തതിന്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് KPCC ഒരാൾക്കാരെ നടപടി എടുക്കുമ്പം അത് പടക്കം പൊട്ടിച്ച് CPM-കാർ സന്തോഷിക്കുക, KPCC-യുടെ നടപടിയെ സ്വാഗതം ചെയ്യുക. ചോദ്യം അല്ലല്ല, മുൻകൂർ ജാമ്യമില്ല എന്നുള്ള കോടതി ഉത്തരവ് വന്നിട്ട് 1 മിനിറ്റ്, ആ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ കോൺഗ്രസ് പുറത്താക്കിയപ്പോഴേ ഈ പടക്കം പൊട്ടിച്ചു, മധുരം വിതരണം ചെയ്തു. അപ്പൊ ചാനലുകളൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയപ്പോൾ പാലക്കാട്ട് പ്രവർത്തകർ മധുരം നൽകുന്നു, പടക്കം പൊട്ടിക്കുന്നു. അല്ല, കാര്യമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. എന്താ അറിയാമോ? ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്ന KPCC നല്ല തീരുമാനം എടുത്തു. ഇതുപോലെ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ കുറേ സഖാക്കള്, അവരൊന്ന് പുറത്താക്കൂ, ആ ചെവി ഒന്ന് തുറക്കാൻ വേണ്ടി ഞങ്ങൾ പൊട്ടിച്ച പടക്കമാണ് എൻ്റെ വലിയ സഖാവി എന്നുള്ളത് കൂടി അതിലുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനമായിട്ട് അതിനെ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനമായി എടുക്കാവുന്നതാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലുള്ളപ്പോഴും പാർട്ടിക്ക് പുറത്തുള്ളപ്പോഴും ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പാർട്ടിയിലുള്ളപ്പോഴും അതെ, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.